ഫിലിപ്പീൻസിൽ വൻ ഭൂചലനമുണ്ടായി. 8.2 തീവ്രത അവിടെ രേഖപ്പെടുത്തി. ഇന്തോനേഷ്യയിലും ജപ്പാനിലും തൈവാനിലും ഇപ്പോൾ സുനാമി അലർട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും കരുതിയിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വൻ നാശനഷ്ടമുണ്ടായി. കെട്ടിടങ്ങൾ തകർന്നു വീണു. ഒരുപാട് അത്യാഹിതങ്ങൾ സംഭവിച്ചു എന്ന വിവരം വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. സുനാമി നാളുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കെട്ടിടങ്ങൾ ഒന്നൊന്നായി അവിടെ തകർന്നു വീണുവെന്ന് ഇന്തോനേഷ്യയിൽ എന്നാണ് ലഭിക്കുന്ന വിവരം. തിരമാലകൾ വളരെ ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങി എന്നുള്ളതും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഫിലിപ്പീൻസിലാണ് ഈ വൻ ഭൂചലനം ഉണ്ടായത്. ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി അലർട്ട് വന്നിരിക്കുകയാണ്. അവിടുത്തെ കടലോര പ്രദേശങ്ങളിൽ നിന്ന് ബീച്ചുകളിൽ നിന്നൊക്കെ ആളുകൾ മാറണമെന്ന ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മിന്താനാവോ എന്ന് പറഞ്ഞ മേഖലയിലാണ് ഏറ്റവും വലിയ ഈ ഭൂകമ്പം അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഭൂചലനത്തെ തുടർന്ന് ഫിലിപ്പീൻസിലും അതുപോലെ അതിന്റെ അയൽ രാജ്യങ്ങൾ ഇന്തോനേഷ്യ, ജപ്പാൻ ഇവിടങ്ങളിലെല്ലാം അടിയന്തര സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ തീരദേശങ്ങളിലൊക്കെ കഴിയുന്ന ജനങ്ങളോട് അടിയന്തരമായി ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 7:30 ഫിലിപ്പീൻസിലെ ഈ മിന്ദനാവോ ദ്വീപിനെ പിടിച്ചുകുലുക്കിയ ഈ ഭൂചലനം ഉണ്ടാകുന്നത്. മിന്ദനാവോ ദ്വീപിന്റെ തെക്കേ അറ്റത്ത് അവിടെ ഒരു സാന്റോസ് പട്ടണത്തിൽ അവിടെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ആഴത്തിലായിട്ടാണ് ഈ ഭൂചലനം രൂപപ്പെട്ടത്. തുടർന്ന് ഈ മേഖലയിലെല്ലാം ഇപ്പോൾ വൈദ്യുതിയും അതുപോലെ ഇന്റർനെറ്റും ഒക്കെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. SKN ഇന്ന് ഇവിടെ സ്കൂൾ ആരംഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളും അതുപോലെ അധ്യാപകരും ഒക്കെ എത്തിയിരുന്നു. ഇവരെല്ലാം ഈ കെട്ടിടങ്ങൾക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ മേഖലയിൽ ഇനിയും വൻ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഫിലിപ്പീൻസിന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തിരമാലകൾ അടിച്ചു കയറിയേക്കാമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഫിലിപ്പീൻസിന് പുറമെ അടുത്തുള്ള സ്ഥലങ്ങളായ ഇന്തോനേഷ്യ, ജപ്പാൻ ഇവിടെയും ഈ സുനാമി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജപ്പാനിലെ ഈ പസഫിക് തീരങ്ങളിൽ ഏതാണ്ട് 1 മീറ്ററോളം ഉയരത്തിൽ സുനാമി തിരമാലകൾ അടിച്ചേക്കാമെന്നാണ് ജപ്പാന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവഹാനി ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ ശക്തമായ തുടർചലനങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർ ഷോക്സ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഈ ജപ്പാനും അതുപോലെ തന്നെ ഫിലിപ്പീൻസിലെ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.